ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഷൂട്ടിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നെയ്യാറ്റിൻകര അരുവിപ്പുറത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഷൂട്ട് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ രാവിലെ ഒരു 5 മണി ആയപ്പോൾ തന്നെ ഇറങ്ങി. 6 മണിക്ക് ഷൂട്ട് തുടങ്ങാം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. എല്ലാ കുട്ടികളുടെയും 6 മണിക്ക് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊന്നും ഉറക്കമില്ല. അവർ രാവിലെ എന്നോടൊപ്പം തന്നെ ഉറക്കം എണീറ്റ് അവരും വരുന്നുണ്ടൊപ്പം. എന്തായാലും ഞങ്ങൾ 6 മണിക്ക് കൃത്യം 6 മണി ആയപ്പോൾ തന്നെ അവിടെ എത്തി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ അൾട്ടയൊക്കെ ഇട്ടിട്ടിരിക്കുമായിരുന്നു കുട്ടികൾ. അൾട്ടയിട്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു കടവുണ്ട്, കടവിലേക്ക് ഇറങ്ങി. കടവിൽ പോയത് തന്നെ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് കടവിലോട്ട് പോയത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര ജോളിയായിട്ട് നിൽക്കുവാണ്. കാരണം വെയിലില്ല, രാവിലെ ടൈമാണല്ലോ. ഒരു 6:30 6:45 ആയപ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും എത്തി. ഈ കടവിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നല്ലൊരു ക്യാമറാമാനായിരുന്നു. നല്ല കോപ്പറേറ്റീവായിട്ട് കുട്ടികളും ക്യാമറാമാനും എല്ലാവരും നല്ല രീതിയിൽ നിന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ അവിടെ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം ഫ്രീ ആവുന്ന ടൈമിൽ അവർക്ക് വെള്ളത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമല്ലോ. അതുപോലെ തന്നെ അവിടെ കാരയ്ക്ക, നെല്ലിക്ക ഒക്കെ കൊണ്ട് ഒരു അമ്മുമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്രീ ആവുന്ന ടൈമിൽ അവർ ആ അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ കാരയ്ക്കയും നെല്ലിക്കയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കും കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് പുറമേ കുറച്ച് സ്റ്റിൽസൊക്കെ കുട്ടികളെ കൊണ്ട് അവിടെ നിർത്തിച്ചതിനെടുത്തു. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ പീഠം, കൽമണ്ഡപം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് പോസ്റ്റർ കൂടെ എടുത്തു. അതായത് ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് അവരുടെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തു. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ 2026 അരങ്ങേറ്റം ഷൂട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിലൊത്തിരി സന്തോഷം. ഈ വരുന്ന April 26 അരങ്ങേറ്റം. എല്ലാവരും വരണം. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ